അടുത്തത് നമ്മുടെ അതായത് ഡീസൽ ജനറേറ്റർ ഉപയോഗിക്കുമ്പോഴുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫോർ ജനറേറ്റേഴ്സ് ഓഫ് 10 kVA to 30 kVA rating, completion report and single line diagram shall be submitted with certification by owner and the contractor. അതായത് 10 kVA to 30 kVA വരെയുള്ള ജനറേറ്ററുകൾ നമ്മൾ ചെയ്യുമ്പോൾ കംപ്ലീഷൻ റിപ്പോർട്ടിൻ്റെ കൂടെ അതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം, എന്നിട്ട് ഓണറിൻ്റെ കോൺട്രാക്ടറിൻ്റെ സർട്ടിഫിക്കേഷൻ അടക്കമുള്ളൊരു ഇതാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിലെന്താ സ്റ്റേറ്റ് ചെയ്ത്, അതായത് പറയുമ്പോൾ ഇതിൽ സ്റ്റേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് ചേഞ്ച് ഓവർ സ്വിച്ച്, കേബിൾ, MCB എക്സെട്ര. ഈ ചേഞ്ച് ഓവർ, MCB, കേബിൾ എല്ലാം ഉപയോഗിച്ച് ഓഫ് സ്റ്റാൻഡേർഡ് മേക്ക് ആൻഡ് വിത്ത് ISI മാർക്ക്. ISI മാർക്കുള്ളതും സ്റ്റാൻഡേർഡ് മേക്കും ആയിട്ടുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ഇഷ്യൂയിങ് ദ സാങ്ഷൻ ഫോർ എനർജൈസേഷൻ, നമ്മൾ എനർജൈസേഷൻ ഓർഡർ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്പെക്ടറേറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ കംപ്ലീഷൻ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നാണ് പറഞ്ഞത്. ഫോർ ജനറേറ്റേഴ്സ് അപ്പോൾ 30 kVA പ്രിയോർ സ്കീം അപ്രൂവൽ ഷാൽ ബി ഒബ്റ്റെയിൻ. 30 kVA വരെയുള്ള ജനറേറ്റർ നമ്മൾ വച്ചതിന് ശേഷം നമ്മൾ സാങ്ഷൻ എടുത്താൽ മതി. 30 kVA മുകളിലുള്ളത് നമ്മൾ വെക്കണതിന് മുമ്പ് തന്നെ നേരത്തെ ആയിട്ട് അപ്രൂവൽ എടുക്കണം എന്നാണ് പറയുന്നത്. മിനിമം 1 meter ക്ലിയറൻസ് ഷാൽ ബി പ്രൊവൈഡഡ് ഓൺ 3 sides ഓഫ് ജനറേറ്റർ സെറ്റ്. 1 meter ഗ്യാപ്പ് ജനറേറ്ററിൻ്റെ 3 സൈഡിൽ മിനിമം വേണം എന്നാണ് പറയുന്നത്. ആൻഡ് 2 generator sets are installed side by side, minimum 2 meter clearance shall be provided between them. 2 ജനറേറ്റർ സെറ്റ് സൈഡ് ബൈ സൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 meter ഗ്യാപ്പ് വേണം പരസ്പരം തമ്മിൽ. ഫ്യൂവൽ ടാങ്ക് ഓഫ് DG sets other than the day tank shall be installed outside the generator room. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഡേ ടാങ്ക് എന്ന് പറഞ്ഞാൽ DGയിലുള്ള ടാങ്ക് അല്ലാണ്ട് വേറെ ടാങ്ക് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത് ജനറേറ്റർ റൂമിന് പുറത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. Exhaust pipe of DG set shall maintain a minimum height of 1.8 meter clearance from the floor level. തറയുടെ നിരപ്പിൽ നിന്നും 1.8 meter മിനിമം ഹൈറ്റ് അല്ലെങ്കിൽ ക്ലിയറൻസ് വേണമെന്നാണ് DG സെറ്റിൻ്റെ എക്സോസ്റ്റ് പൈപ്പിന് വേണ്ടത്. വോൾട്ട്മീറ്റേഴ്സ് ആൻഡ് ഫ്രീക്വൻസി മീറ്റേഴ്സ് ഷാൽ ബി കണക്റ്റഡ് ബിഫോർ ദ ബ്രേക്കർ ഇൻ ജനറേറ്റർ കൺട്രോൾ പാനൽ. ബ്രേക്കറിന് മുമ്പായിട്ട് ജനറേറ്റർ കൺട്രോൾ പാനലിലെ ബ്രേക്കറിന് മുമ്പായിട്ട് തന്നെ വോൾട്ട്മീറ്ററും ഫ്രീക്വൻസി മീറ്ററും വോൾട്ടേജ് അളക്കാനും ഫ്രീക്വൻസി മീറ്ററും കണക്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. വാട്ട് എവർ മീറ്റേഴ്സ് ആൻഡ് അമീറ്റേഴ്സ് ഇൻ ഈച്ച് ഫേസ് ഷാൽ ബി ഓൾസോ ബി പ്രൊവൈഡ് ഇൻ ജനറേറ്റർ കൺട്രോൾ. ജനറേറ്ററിൻ്റെ സ്വന്തമായിട്ട് തന്നെ ഒരു കൺട്രോൾ പാനൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് വാട്ട് എവർ മീറ്ററും അമീറ്റേഴ്സ് ഓരോ ഫേസിൽ അമീറ്റർ വെച്ച് കൊടുക്കണം. ഫോർ ജനറേറ്റേഴ്സ് ഓഫ് 500 kVA ആൻഡ് അബവ്, KVA, KW മീറ്റർ ആൻഡ് പവർ ഫാക്ടർ മീറ്റർ ഷാൽ ഓൾസോ ബി പ്രൊവൈഡഡ്. അപ്പോൾ 500 kVA മുകളിലുള്ള ജനറേറ്ററിൽ KVAയും കിലോ വാട്ട് മീറ്ററും എത്ര കിലോ വാട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എത്ര KVA ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൂടാതെ പവർ ഫാക്ടർ ഇറക്കാനുള്ള മീറ്ററും കൂടി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ചേഞ്ച് ഓവർ സ്വിച്ചസ് ഓഫ് അപ്രൂവ്ഡ് മേക്ക് ഈസ് പെർമിറ്റഡ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 800 ആംപിയർ. 800 ആംപിയർ വരെയുള്ളതിന് ചേഞ്ച് ഓവർ അപ്രൂവ്ഡ് മേക്കുള്ള ഒരു ചേഞ്ച് ഓവർ സ്വിച്ചുകൾ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. എബവ് 800 ആംപിയർ ബ്രേക്കേഴ്സ് വിത്ത് ഇൻ്റർലോക്ക് ഷാൽ ബി പ്രൊവൈഡഡ്. 800 ആംപിയറിന് മുകളിലേക്ക് പോയാൽ ബ്രേക്കേഴ്സ് യൂസ് ചെയ്യണം. എന്നിട്ട് അത് ഇൻ്റർലോക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണം ഓൺ ആയാൽ, അതായത് ഇപ്പോൾ KCB ഓൺ ആകുമ്പോൾ മറ്റേ ജനറേറ്ററിൻ്റെ ബ്രേക്കർ ഓൺ ആകാൻ പാടില്ല, ജനറേറ്ററിൻ്റെ ബ്രേക്കർ ഓൺ ആകുമ്പോൾ KCB ഓൺ ആകാൻ പാടില്ല. അങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അണ്ടർ വോൾട്ടേജ് കോയിൽ UV കോയിൽ മേ ബി പ്രൊവൈഡഡ് അറ്റ് ഗ്രിഡ് സൈഡ്, ACB, MCCB ഓൺ റെസ്പെക്റ്റീവ് സ്വിച്ച് ബോർഡ്സ് അറ്റ് ഇൻസ്റ്റലേഷൻസ് ബൈ ജനറേറ്റർ ഇൻസ്റ്റോൾഡ് ഫോർ പ്രിവെൻറ്റിംഗ് ചാൻസ് ഓഫ് ബാക്ക് ഫീഡിങ് ഫ്രം ജനറേറ്റർ ടു ഗ്രിഡ്. അതായത് അണ്ടർ വോൾട്ടേജ് കോയിൽ ഗ്രിഡ് സൈഡിലെ ACB, MCCB എന്ത് ബ്രേക്കറാണ് ഉപയോഗിച്ചേക്കണത് അതിൻ്റെ സ്വിച്ച് ബോർഡിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ജനറേറ്ററിൽ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു പാനൽ ബോർഡാണെങ്കിൽ അതിൻ്റെ അകത്ത് ബാക്ക് ഫീഡിങ്, അതായത് തിരിച്ച് KCB സപ്ലൈയിലേക്ക് കയറി പോകാണ്ടിരിക്കാൻ ഇത് സഹായിക്കും, ഈ കോയിൽ സഹായിക്കും. സെപ്പറേറ്റ് ഐസൊലേറ്റർ ഷാൽ ബി പ്രൊവൈഡഡ് ബിഫോർ ദ ചേഞ്ച് ഓവർ സ്വിച്ച് ഇഫ് ഇറ്റ് ഹാസ് നോ ഓഫ് പൊസിഷൻ. അതായത് നമ്മൾ ചേഞ്ച് ഓവർ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ ഓൺ ഓഫ് അല്ലെങ്കിൽ ഓഫായിട്ടുള്ള പൊസിഷൻ ഇല്ല. അതായത് ഒന്നുമില്ലെങ്കിൽ 1, 2 അങ്ങനെയാണ്. 1 എന്ന് പറഞ്ഞാൽ സാധാരണ KCBയും 2 എന്ന് പറഞ്ഞാൽ ജനറേറ്ററാണ് വെക്കാറുള്ളത്. അപ്പോൾ അതല്ലാണ്ട് ഇടയിൽ ഒരു ഓഫ് പൊസിഷൻ ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് KCB സൈഡിലും ജനറേറ്റർ സൈഡിലും സെപ്പറേറ്റ് ഐസൊലേറ്റേഴ്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്. When generator is directly connected to the main bus, it may not be possible sometimes to maintain grading of outlets. ജനറേറ്റർ മെയിൻ ബസ്സിലായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നമ്മൾ SSB, MSB എന്നൊക്കെ പറഞ്ഞ് പഠിച്ചപ്പോൾ അതിൽ ഗ്രേഡിങ് പറഞ്ഞിരുന്നു. ഇൻലെറ്റും ഔട്ട്ലെറ്റും തമ്മിലുള്ള വ്യത്യാസം ഒരു ഇത്ര ഗ്യാപ്പ് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത്
അങ്ങനെ ഈ ജനറേറ്റർ ഡയറക്റ്റ്ലി ബസ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സ്റ്റിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു മാക്സിമം സിംഗിൾ മോട്ടർ റേറ്റിംഗ് ഈസ് ഓൾസോ ഡിഫിക്കൽട്ട് ടു ഇൻസിസ്റ്റ്. അതായത് നമ്മൾ ജനറേറ്റർ അല്ല ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ടൊക്കെ വെച്ചൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ചില കേസുകളിൽ ഈ സിംഗിൾ മോട്ടറിൻ്റെ ഏറ്റവും മാക്സിമം സിംഗിൾ മോട്ടറിൻ്റെ റേറ്റിങ്ങും അതനുസരിച്ചുള്ള ജനറേറ്റർ എടുക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജനറേറ്റർ കപ്പാസിറ്റി ക്യാൻ ബി ഡീംഡ് ആസ് സഫിഷ്യൻറ്റ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് കോൾഡ് അപ്പോൺ ടു സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഓഫ് 60% ഓഫ് ഇറ്റ്സ് റേറ്റിംഗ്. അതായത് ജനറേറ്റർ ഇപ്പോൾ 1000 kV ആണെങ്കിൽ 600 കിലോവാട്ട് വരെയുള്ള 1000 × 60%, അതായത് 600 കിലോവാട്ട് വരെയുള്ള, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഉള്ള ഒരു മോട്ടോർ വരെ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനെ ഡീം ചെയ്യാം എന്നാണ് പറയുന്നത്. പ്രൊവൈഡഡ് സൂട്ടബിൾ സ്റ്റാർട്ടേഴ്സ് ആർ എംപ്ലോയ്ഡ് ഫോർ ലിമിറ്റിംഗ് സ്റ്റാർട്ടിങ് കറണ്ട്. ചുമ്മാ അത് കയറി വെക്കരുത്, അതനുസരിച്ചുള്ള സ്റ്റാർട്ടറോ VFD ഡയറക്ട് ഓൺലൈൻ സ്റ്റാർട്ടർ നേരം പറ്റില്ലായിരിക്കും. നമ്മുടെ ഡെൽറ്റ സ്റ്റാർട്ടറോ സോഫ്റ്റ് സ്റ്റാർട്ടറോ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവോ ഉപയോഗിച്ച് ആ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള, എന്നിട്ട് ഗ്രേഡിങ് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. However, in such case, it should be ensured that the generator is not getting overloaded. അതുമാത്രമല്ല ജനറേറ്റർ ഓവർലോഡ് ആവാനും പാടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. വിച്ച് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ പ്രൊവൈഡിങ് തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇൻ ദ ജനറേറ്റർ സർക്യൂട്ട്. അപ്പോൾ ജനറേറ്റർ സർക്യൂട്ടിൽ തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാം. നമ്മൾ ജനറേറ്റർ ഓവർലോഡ് ആവില്ല എന്ന് ഉറപ്പുവരുത്താം. ജനറേറ്റർ റൂം ഷാൽ ബി മെയ്ഡ് ഓഫ് നോൺ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ്. ജനറേറ്റർ റൂമിൽ കത്തുപിടിക്കുന്നതായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലാണ്ട് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. 3-pole interlocked breakers isolator are permitted for supply changeover provided neutral of the all sources is at neutral bus in the panel. അതായത് സാധാരണ പൊതുവേ നമ്മൾ 4-pole ഐസൊലേറ്റർ ബ്രേക്കറാണ് പോയിൻ്റ് ഓഫ് ചേഞ്ച് ഓവർ അല്ലെങ്കിൽ ചേഞ്ച് ഓവറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം കേസ് ഇവിടെ ന്യൂട്രലല്ല, നമ്മൾ ചേഞ്ച് ഓവർ ചെയ്യുമ്പോൾ ജനറേറ്ററിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യുമ്പോൾ കിട്ടേണ്ടത് ജനറേറ്ററിന് ന്യൂട്രലാണ്. അപ്പോൾ സാധാരണ 4-pole ഉപയോഗിക്കാറ്. 3-pole ഇൻ്റർലോക്ക് ബ്രേക്കറും ഐസൊലേറ്ററും പെർമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ന്യൂട്രൽ ഓഫ് ദ ഓൾ ദ സോഴ്സസ്, അതായത് രണ്ട് ന്യൂട്രലും എർത്തിലായിട്ട് ന്യൂട്രൽ ബസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രലിൻ്റെ അകത്ത് രണ്ടിൻ്റെയും ന്യൂട്രൽ എർത്ത് ചെയ്തിട്ട് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പക്ഷം രണ്ടും സെയിമായിട്ട് കരുതാം. ജനറേറ്ററിൻ്റെയും KCBയുടെ ന്യൂട്രൽ സെയിമായിട്ടുള്ള ആ ഒരു അവസ്ഥ, അങ്ങനെയുള്ളൊരു കേസുകളിലാണ് ഈ 3-pole ഇൻ്റർലോക്ക്ഡ് ബസ് ബ്രേക്കേഴ്സ് ഐസൊലേറ്റർ ചേഞ്ച് ഓവറിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB അപ്രൂവ്ഡ് ടൈപ്പ് അക്കോസ്റ്റിക് എൻക്ലോഷർ ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ ഓൾ ജനറേറ്റേഴ്സ്. നമ്മുടെ അക്കോസ്റ്റിക് എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ ജനറേറ്ററിൻ്റെ മൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അത് സൗണ്ട് പ്രൂഫൊക്കെ ആയിട്ടുള്ള, അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അപ്രൂവൽ ഉള്ള ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ ജനറേറ്റേഴ്സ് വിത്തൗട്ട് ഇൻബിൽഡ് എൻക്ലോഷർ അറേഞ്ച്മെൻറ്റ്സ് റൂം അക്കോസ്റ്റിക് ഷാൽ ബി പ്രൊവൈഡഡ്. അപ്പോൾ ചില കേസുകളിൽ വലിയ ജനറേറ്ററുകളൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് അക്കോസ്റ്റിക് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു റൂം ഈ പറഞ്ഞ അക്കോസ്റ്റിക്, അതായത് സൗണ്ട് പ്രൂഫായിട്ടുള്ള രീതിയിൽ ഇൻസുലേഷനൊക്കെ ചെയ്ത് ആ റൂമിൽ ഈ ജനറേറ്റർ വയ്ക്കുന്നതാണ്. ഓട്ടോ ട്രാൻസ്ഫർ സ്വിച്ചസ് ഓഫ് അഡിക്കേറ്റ് ആംബിയർ റേറ്റിംഗ് മേ ബി പെർമിറ്റഡ് ഫോർ സപ്ലൈ ചേഞ്ച് ഓവർ. അപ്പോൾ നമ്മൾ ATS എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് എന്ന് പറയും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചേഞ്ച് ഓവറായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് KCBന്നും DG ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് സ്വിച്ചിങ് നടത്താൻ വേണ്ടി. അപ്പോൾ അത് അഡിക്വേറ്റ് ആംബിയർ റേറ്റിംഗ്, ആവശ്യത്തിനുള്ള ആംബിയർ റേറ്റിംഗ് ഉള്ളതാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അതാണ് പെർമിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് കേബിൾസ് ആൻഡ് എർത്തിങ് ഓഫ് കണ്ടക്ടേഴ്സ് ഫോർ ജനറേറ്റേഴ്സ് ആർ ഗിവൺ ടേബിൾ 23 ജനറേറ്ററിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി വേറൊരു കേസിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ കേബിളും എർത്തിങ് കണ്ടക്ടറും എത്രയാണെന്നൊക്കെ ഉള്ളത് ടേബിൾ 23 പറയുന്നുണ്ട്. അതുകൂടാതെ അതിനുവേണ്ട പ്രൊട്ടക്ഷൻ റിക്വയർഡ് ജനറേറ്ററും ടേബിൾ 23 പറയുന്നുണ്ട്. ഇനി പ്രൊട്ടക്ഷൻ കൺട്രോൾ വയറിംഗ് ഡയഗ്രാം ഷാൽ ബി ഫോർവേഡ് അലോങ് വിത്ത് സ്കീം ഫോർ അപ്രൂവൽ. നമ്മുടെ ജനറേറ്ററിൻ്റെ കൺട്രോൾ വയറിംഗ് ഡയഗ്രാംസ് അതിൻ്റെ കൂടെ കിട്ടും, അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ സ്കീമിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ₹2 per kVA വേവ് ഫോൾ ജനറേറ്റേഴ്സ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 10 kVA. 10 kVA വരെയുള്ള ജനറേറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്നുള്ള തോതിൽ ഓരോ KVAക്ക് ₹2 വെച്ച് നമ്മൾ കൊടുക്കേണ്ടതാണ്. 10 kVA വരെയുള്ള 10 kVന് മുകളിലുള്ളതിന് ₹1.02 അല്ല, ഐ മീൻ 1.2 പൈസ ഓരോ യൂണിറ്റിനും. അതിൻ്റെ അകത്ത് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യണ എത്ര യൂണിറ്റ് എത്ര KWH ആണെന്ന് നോക്കും. അതിന് ഓരോ KWHനും 1.2 പൈസ വെച്ച് നമ്മൾ കൊടുക്കേണ്ടതാണ്. അതാണ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതാണ്. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്.
Generator sets should not be allowed to be installed above the ground floor or below first basement level of the building. ഫസ്റ്റ് ഫ്ലോറിലോ അല്ല ഗ്രൗണ്ട് ഫ്ലോറിന് എബോവ് ആയിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫസ്റ്റ് ബേസ്മെൻറ്റിന് താഴെയോ ഒരിക്കലും ജനറേറ്റർ വയ്ക്കാൻ സമ്മതിക്കില്ല. There shall be provision of separate direct escape and entry into these areas from outside in case of fire. അപ്പോൾ നമ്മൾ നമ്മുടെ ജനറേറ്റർ വയ്ച്ച സ്ഥലത്തേക്ക് സെപ്പറേറ്റ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനും അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പുറത്തുനിന്ന് ഏതെങ്കിലും ഏരിയ നിന്ന്, അല്ലാണ്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് കൂടി കയറി അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് കയറാനല്ലാണ്ട് പുറത്ത് കൂടി കയറാനും ഇറങ്ങാനുള്ളൊരു സെറ്റപ്പ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കണം. ഫയറൊക്കെ വരുന്ന ടൈമിൽ അത് എളുപ്പമായിരിക്കും. ആ ടൈമിൽ എസ്കേപ്പിനൊക്കെ ഏറ്റവും എളുപ്പമായിരിക്കും. ദ മിനിമം സ്റ്റാക്ക് ഹൈറ്റ് റിക്വയർഡ് ഫോർ ജനറേറ്റർ സെറ്റ് ഈസ് വർക്ക്ഡ് ഔട്ട് യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. അതായത് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നതനുസരിച്ച് നമ്മൾ ജനറേറ്ററിൻ്റെ എക്സോസ്റ്റ് നമ്മൾ അടുത്ത ബിൽഡിങ്ങിൻ്റെ ഇതിലേക്കൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടി അവർ ഒരു മാനദണ്ഡം പറയുന്നുണ്ട്. അതായത് നമ്മളതിൻ്റെ സ്റ്റാക്ക് ഹൈറ്റ്, അതായത് ഈ ജനറേറ്ററിൻ്റെ നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഹൈറ്റ് എത്ര മീറ്ററാണെന്നുള്ളതാണ് ഇതിൽ വർക്കൗട്ട് ചെയ്ത് കാണിച്ചേക്കുന്നത്. അതിൽ സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബിൽഡിങ്ങിന്, അതായത് സിമ്പിൾ ലോജിക്ക് പറഞ്ഞാൽ ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബിൽഡിങ്ങിനേക്കാൾ മുകളിലേക്കൊക്കെ ആയിട്ട് വേണം എക്സോസ്റ്റ് പോകാൻ വേണ്ടി. അല്ലെങ്കിൽ അതിൽ എക്സോസ്റ്റ് വന്നിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് തന്നെ കയറാനും അതിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെക്കാളും ഹൈറ്റിൻ്റെ കുറച്ച് ടോപ്പിലായിരിക്കും വയ്ക്കുന്നത്. അത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ടോട്ടൽ ഹൈറ്റ് ഈക്വൽ ടു, അത് ക്യാപിറ്റൽ എച്ചിൽ പറഞ്ഞ ഹൈറ്റ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് ഉദ്ദേശിച്ചാൽ എക്സോസ്റ്റ് പൈപ്പിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇൻ മീറ്റർ. സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് 0.2 kV എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൽ എവിടെയാണ് ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തത് അതിൻ്റെ ഹൈറ്റ്. ഇപ്പോൾ 10 മീറ്റർ ആണെങ്കിൽ ആ 10 പ്ലസ് നമ്മൾ കുറച്ച് ഹൈറ്റും കൂടി കയറ്റി വെക്കണം. അപ്പോൾ ഇപ്പോൾ അവിടെ 100 kV ജനറേറ്റർ വെച്ചേക്കണമെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 മീറ്റർ പ്ലസ് 2 മീറ്ററും കൂടി കയറ്റി വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ സ്റ്റാക്ക് ഹൈറ്റ് കറക്റ്റ് ആവുള്ളൂ. അതായത് ആ ജനറേറ്ററിൻ്റെ പുക പുറത്ത് പോകാനുള്ളൊരു സെറ്റപ്പ് ആവും. അപ്പോൾ അതിന് സിമ്പിളായിട്ടൊരു ഫോമുല ഇവിടെ വർക്കൗട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 50 kV മുകളിലാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണോ അതിനേക്കാളും ഒരു 1.5 മീറ്ററും കൂടി കയറ്റി വയ്ക്കണം. 50 kV to 100 kV ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണോ അതിനേക്കാൾ 2 മീറ്റർ കൂടി കയറ്റി പൊക്കി വയ്ക്കണം. 100 kV to 150 kV ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണോ അതിൽ നിന്ന് 2.5 മീറ്റർ കയറ്റി വെക്കണം. 150 to 200 kV ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണോ അതിൽ നിന്ന് 3 മീറ്റർ കയറ്റി വെക്കണം. 200 to 250 kV ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണോ അതിൻ്റെ 3.5 മീറ്റർ കയറ്റി വെക്കണം. 250 to 300 kVക്ക് അത് തന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഇപ്പോൾ 10 മീറ്റർ ആണെങ്കിൽ 10 പ്ലസ് 3.5, അതായത് 13.5 മീറ്ററിലായിരിക്കണം ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഹൈറ്റ്. അപ്പോൾ ഇതേപോലെ ആ ഫോമിൽ ഉപയോഗിച്ച് നമുക്ക് ഏത് ഹയർ സൈസുള്ള ഇതിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഡീറ്റെയിൽസിൽ എം ഇ ജനറേറ്ററിൻ്റെ ഡീറ്റെയിൽസിൽ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ AMF പാനൽ ഉപയോഗിച്ച് ഓട്ടോമൈൻസ് ഫെയിലിയർ പാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കേസും കൂടി അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റർ കൺട്രോൾ പാനലും AMF പാനലും തമ്മിൽ പരസ്പരം ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കണം. Incoming isolation shall be provided in the AMF panel both for grid and generator supply. Isolator MCB, MCCB, ACB of adequate rating may be used for this. Rotary switcher shall not be used as isolators. അതായത് നമ്മുടെ ഓട്ടോമൈൻസ് ഫെയിലിയർ പാനലിൻ്റെ അകത്ത് ഗ്രിഡ് സപ്ലൈ, KCBയുടെ സപ്ലൈ, ജനറേറ്റർ സപ്ലൈ രണ്ടും അതിൻ്റെ അകത്തേക്ക് കയറും. അപ്പോൾ അതിന് വേണ്ട ആവശ്യത്തിന് റേറ്റിംഗ് ഉള്ള MCB, MCCB, ACB ഐസൊലേറ്റർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള സ്വിച്ചുകൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ല, ഐസൊലേറ്ററായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ only 4 pole contactors shall be used in 3-phase AMF panel so as to control the phase and neutral simultaneously. 2 pole contactors may be used for single phase AMF panel. അതായത് നമ്മൾ 3 phase സപ്ലൈ ആണ്, KCBയുടെ 3 phase സപ്ലൈ വരുന്നു, ജനറേറ്ററിന് 3 phase സപ്ലൈ വരുന്നു. അങ്ങനെയുള്ള യൂസ് ചെയ്യുന്ന AMF പാനലുകളിൽ കോണ്ടാക്റ്റേഴ്സ് വഴിയായിരിക്കും, കോണ്ടാക്റ്റേഴ്സ് ഓൺ ഓഫ് ആവുന്ന വഴിയൊക്കെ ആയിരിക്കും നമ്മുടെ സപ്ലൈ നമുക്ക് ലോഡിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് 4 pole കോണ്ടാക്റ്റേഴ്സ് മാത്രമാണ് അലൗഡ് ആകുന്നത് 3 phase ഉപയോഗിക്കുമ്പോൾ. സിംഗിൾ ഫേസ് ആയിരിക്കും ഒരു ഫേസ് ന്യൂട്രലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ 2 pole കോണ്ടാക്റ്റേഴ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. Time delay of at least 3 seconds may be provided for the changeover of supply in both directions from generator set to grid and grid to generator.
അതായത് ഓട്ടോ മെയിൻസ് ഫെയിലിയർ പാനലിൻ്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കെ സി ബിയിൽ ഓടിക്കൊണ്ടിരിക്കുക, കെ സി ബി പോയി, അപ്പോൾ ഒരു 3 സെക്കൻഡ് മിനിമം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അത് കെ സി ബി വന്നില്ലെങ്കിൽ നേരെ ജനറേറ്ററിൻ്റെ ഓണാക്കിയിട്ട് ആ കോണ്ടാക്ടർ പിടിക്കുമ്പോഴത്തേക്കും ജനറേറ്ററിൽ നിന്ന് സപ്ലൈ വരുന്നു. അതേപോലെ തന്നെ കെ സി ബി സപ്ലൈ തിരിച്ചു വരുമ്പോൾ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. അത് നിൽക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ജനറേറ്ററിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടാക്ടറിനെ പിടിച്ച് കെ സി ബിയുടെ കോണ്ടാക്ടർ പിടിച്ച് സപ്ലൈ കെ സി ബിന്ന് തന്നെ ആക്കി തിരിച്ച് വിടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതിന് ഒരു 3 സെക്കൻഡെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യാനുള്ള കേസാണ് പറയുന്നത്. AMF panel shall be of sheet steel of minimum 2 mm thickness with adequate working space inside. AMF പാനൽ ഉണ്ടാക്കുമ്പോൾ സ്റ്റീൽ ഷീറ്റ് ഉപയോഗിച്ച് മിനിമം 2 mm തിക്നെസ് ഉള്ള സ്റ്റീൽ ഷീറ്റും അതിലധികം അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉള്ള, നമുക്ക് കൺട്രോൾ വയറിംഗ് ഒക്കെ ചെയ്ത് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ഉള്ള ഒരു രീതിയിൽ വേണം ചെയ്യാനാണ് പറയുന്നത്. ഇൻഡിക്കേഷൻ ലാമ്പ് വിത്ത് കൺട്രോൾ ഫ്യൂസ് ഷാൽ ബി പ്രൊവൈഡഡ് ഓൺ പാനൽ സെപ്പറേറ്റ്ലി ഫോർ ഗ്രിഡ് സപ്ലൈ ആൻഡ് ജനറേറ്റർ സപ്ലൈ. അപ്പോൾ നമുക്ക് ഗ്രിഡിൽ നിന്നും അതായത് കെ സി ബിയിൽ നിന്നും സപ്ലൈ വരുന്നുണ്ട്, നമ്മുടെ ജനറേറ്ററിൽ നിന്ന് സപ്ലൈ വരുന്നുണ്ടാവും. അപ്പോൾ ഇത് വരുന്നു, രണ്ട് സപ്ലൈ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്ലൈ ഉള്ളോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഇൻഡിക്കേഷൻ ലാമ്പ് വേണം. ആ ഇൻഡിക്കേഷൻ ലാമ്പിന് കൺട്രോൾ ഫ്യൂസും വേണം, അതും പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. കെ സി ബിക്ക് 3 ഫേസും വന്നേക്കുന്നതായിട്ട് കാണണം. ജനറേറ്റർ ഓൺ ആണെങ്കിൽ അതിൻ്റെ 3 ഫേസും വന്നേക്കണം കാണണം. അപ്പോൾ ആ ഒരു കേസാണ് ഇതിൽ പറയുന്നത്. കൺട്രോൾ വയറിംഗ് ഡയഗ്രാം ഓഫ് AMF പാനൽ ഷാൽ ബി എഫിക്സ് ഇൻസൈഡ് ദ AMF പാനൽ കവർ ഫോർ റെഡി റെഫറൻസ്. നമ്മുടെ AMF പാനൽ ഓട്ടോമെയിൻസ് ഫെയിലിയർ പാനലിൻ്റെ അകത്തുള്ള കവറിൻ്റെ അകത്ത്, അതിൻ്റെ മൂടിയുടെ അകത്ത് തന്നെ അതിൻ്റെ അകത്തുള്ള കൺട്രോൾ വയറിംഗ് എങ്ങനെയാണെന്നുള്ള പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വർക്ക് ഒന്നും അതിൻ്റെ മെയിൻ്റെനൻസ് ഒന്നും ഇപ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടി റെഫറൻസിന് വേണ്ടി അത് വയ്ക്കണം എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് കളർ കോഡ്സ് ആൻഡ് നമ്പർ ഫെറിറ്റ്സ് ഷാൽ ബി യൂസ് ഫോർ വയറിംഗ് ദ AMF പാനൽ ഫോർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് നിറയെ കൺട്രോൾ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും കൃത്യമായി ഫെറൂളിങ് നമ്പറിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ കൺട്രോൾ വയറിംഗ് ഡയഗ്രാം നമുക്ക് റെഫർ ചെയ്താൽ പെട്ടെന്ന് അതിൻ്റെ വയറിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം AMF പാനലിൻ്റെ അകത്തുള്ള വയറിംഗ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്.